സാറിന്റെ മുട്ട എടുത്തായിരുന്നു. അതല്ല, എന്റെ പുഴുങ്ങിയ താറാമുട്ട അവിടെ കാണാനില്ല. സാറിന് അറിയാലോ, എനിക്ക് വ്യായാമം കഴിഞ്ഞാൽ താറാമുട്ട നിർബന്ധമൊന്നും. പിന്നെ എനിക്ക് അതാണല്ലോ പണി. അപ്പൊ അവനായിരിക്കുള്ളൂ ബാലകൃഷ്ണ. ആ ജോസാർ എത്തിയ എന്തുണ്ട് വീട്ടിലെ വിശേഷങ്ങള്? അതെ എന്നാ മുട്ട കൊള്ളൻ വരട്ടെ. ഇവനായിരിക്കുള്ളത് എടുത്തേക്കണത്. എവിടെയായിരുന്നല്ലോ എത്രയും നേരം? കുളിക്കാനെന്ന് പറഞ്ഞു പോയിട്ട് പോയി ചായ എടുത്തോണ്ട് വന്നേ. അതെ, ആദ്യം നിന്റെ ഡ്രസ് ഒന്ന് മാറ്റി. മിസ്റ്റർമാരെ, ആദ്യം ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ പൊന്നു ബാലകൃഷ്ണൻ ഏട്ടാ, ആദ്യം ഡ്രസ്സ് മാറും, എന്നിട്ട് ചായ ഇട്ടാ മതി. ആ, ഇതാണ് അന്തസ്. കണ്ടു പഠിക്ക്. രണ്ടെണ്ണം മാഷന്മാര്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ മുട്ടക്കള്ള. സാറ് ന്യൂസ് കണ്ടായിരുന്നോ? പഞ്ചായത്ത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു. അറിഞ്ഞു. ആ പറഞ്ഞ പോലെ ജോസാറിന് കന്നി ഇലക്ഷൻ ആണല്ലോ. എന്റെ സാറേ, ഇലക്ഷൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഒരു മെനക്കെട്ട പണിയാണ്ടാ. നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവില്ലേ? അതൊന്നും പറയാൻ ഒക്കൂല. വെട്ടവും വിളിച്ചുള്ള സെന്റർ കിട്ടാൻ പ്രാർത്ഥിച്ചു. ആകെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു മെഴുകുതിരി വരും. രാത്രി വെട്ടം കാണാനും പിറ്റേന്ന് ഇലക്ഷൻ സാധനങ്ങൾ സീല് വെക്കാനും. കിട്ടുന്ന സെന്റർ വല്ല മലമുക്കിലാണെങ്കിൽ നമ്മൾ തെണ്ടി പോകത്തേ ഉള്ളൂ. ആരെങ്കിലും പറഞ്ഞോ അധ്യാപകരാവാൻ? എനിക്ക് ഇതൊക്കെ വെറും പുല്ല. വിനോദ് സാറേ, അത്രയ്ക്ക് പ്രശ്നമാണോ ഇലക്ഷൻ ഡ്യൂട്ടി? ആണോന്ന് നമ്മളെ ജയിലിലടച്ചതിന് തുല്യോണ് മാഷേ. അതെ, ഇലക്ഷൻ ഡ്യൂട്ടിയുടെ ചാർജ് ഏറ്റെടുത്ത് നമ്മൾ ആ സെന്ററിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പെറ്റ തള്ളയത്തു എന്ന് പറഞ്ഞാലും ഇലക്ഷൻ കഴിയാതെ നമ്മളെ പുറത്തേക്ക് വിടില്ല. വല്ല പ്രശ്നബാധിത ബൂത്തിലെങ്ങാനുമാണ് ഡ്യൂട്ടി കിട്ടുന്നതെങ്കിലേ എന്റെ പൊന്ന് സാറേ, ശ്വാസം വിടാൻ പോലും സമയം കിട്ടില്ല. എടാ ജോൺസേ, നീ പറഞ്ഞൊന്നല്ല എൻ്റെ വില. ഒരു കാര്യം ചെയ്യ്, ആ പാർട്ടി വിട്ടേക്ക്. എന്നിട്ട് നീ ആ ഷൗട്ടിനെ വിളി. ആ വെച്ചോ. ബേബിച്ചിനി പഞ്ചായത്ത് ഇലക്ഷൻ നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ? ബേബിച്ചന്റെ പിടിപാട് വെച്ച് ബേബിച്ചൻ വല്ല MP യോ MLA ഒക്കെ ആവേണ്ട ആളാ. ഒന്നും കാണാതെ അച്ചായനെ കളിക്കിറങ്ങുന്നു തോന്നുന്നുണ്ടോ? മതി, ഈ ടോപ്പിക്ക് ഇവിടെ നിർത്താം. ഇലക്ഷനിൽ ബേബിച്ചിനെ ജയിപ്പിക്കുക എന്നുള്ളതാ നമ്മുടെ ലക്ഷ്യം. ആ പുലിപ്പാറ കോളനിക്കാരൊന്നും മറിഞ്ഞ പിന്നൊന്നും നോക്കാനില്ല. പക്ഷെ അതിന് എടാ ജോണി, കൊടുത്തേക്ക്. പറഞ്ഞോണ്ടോ അച്ചായ? അതേ, കാശിൻ്റെ കാര്യത്തിൽ ഒരു പിഷ്കം വേണ്ട, പക്ഷെ ജയിച്ചിരിക്കണം. ഏറ്റു. അപ്പൊ ശരി. ഓക്കെ. ആ ശരി ചാ. നമസ്കാരം. ആ മാതാ, ഞാനൊക്കെ എന്നാ വളർത്താനോട് യൂണിഫോം ഇട്ട് നടക്കുന്നേ. ജോസാ പെണ്ണുമ്പിള്ളക്ക് എന്നാ മൊഴിയാ ഉണ്ടായി കൊടുത്തത് തനിക്കറിഞ്ഞൂടെ? ബേബിച്ച് നിരൂപിക്കുന്ന പോലെയുള്ള ആളല്ല CI. ചവിട്ടി തല പറിക്കുന്ന ഏനോ. പഴയ പോലെ അല്ല കാര്യങ്ങള്. ബേബിച്ച എന്നെ പെടുത്തല്ലേ. റിട്ടയർഡ് ആവാൻ ഇനി അധികം നാളില്ല. അന്ന് ഫ്രെഡിയെ ജോസ് കണ്ടു എന്നുള്ളത് ഉറപ്പാണോ? അങ്ങനെയാ എനിക്ക് തോന്നുന്നത്. ആ, CI മേഡം വല്ലാത്തൊരു കോൺഫിഡൻസിലാ. ജോസ് പേ സ്കൂളിലാ. സ്വാതന്ത്ര്യ സമരം ഇന്ത്യ ഒട്ടാകെ തീ പോലെ പടർന്നു പിടിച്ചൊരു കാലഘട്ടമായിരുന്നു അത്. അന്ന് ഗാന്ധിജിയുടെ സാറിനൊരു വിസിറ്റർ ഉണ്ട്. എനിക്കോ? ആരാ അത്? ഇതിനു മുമ്പ് എങ്കിലും കണ്ടുപരിച്ചില്ല സാറേ. മാഷ് ഫ്രീ ആണെങ്കിൽ ഒന്ന് നോക്കൂ. ഓ തീർച്ചയായിട്ടും. ശരി. എന്താണ് എടുത്തോണ്ടിരുന്നത് സാറ്? ഹിസ്റ്ററി. ചരിത്രം അല്ലേ? ആ കൊള്ളാലോ. ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നല്ലേ? അതെ സർ. ആ, അങ്ങനെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അഹിംസാ മാർഗത്തിലൂടെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി പോരാടി. ഒടുവിൽ ഗാന്ധിജിയെ തേടി ബ്രിട്ടീഷുകാരെത്തി. അതൊരു സന്ധി സംഭാഷണത്തിനായിരുന്നു. ആനന്ദം പെടണ്ട. ഞാനൊന്ന് എസ്റ്റേറ്റ് വഴി പോയപ്പോഴേ തനിക്ക് ഇവിടെ ജോലി തുറക്കും. അപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ചു. പിന്നെ പ്രാഞ്ചിയുടെ കേസിൽ നിന്നെ ചോദ്യം ചെയ്തു പറഞ്ഞു. അവൻ വല്ല കള്ളോ കഞ്ചാവോ വലിച്ചു കയറ്റി കാലേറ്റ് വീണതായിരിക്കും. ചുമ്മാ അതും പറഞ്ഞ് നാട്ടുകാർ ചുറ്റിക്കാൻ ഒരു CI അല്ലേ? ജോസിന് കല്യാണമൊക്കെ ആയി പറഞ്ഞു. ഞാൻ ഇവിടെ കണ്ടിരുന്നു. അത് നന്നായി. ജോസിനിപ്പം നല്ല സമയം. ആശിച്ച ജോലിയായി, കല്യാണമായി. പിന്നെ അമ്മച്ചി പെങ്ങളൊക്കെ തൻ്റെ ചുമലില്ല, അത് മറക്കണ്ട. ഇനി അങ്ങോട്ട് നാട്ടുകാര്യങ്ങളും ഓരോരോ വയ്യാവേലികളൊക്കെ കളഞ്ഞ് ഉഷാറായി ജീവിക്കാൻ നോക്ക്.
പിന്നെ ഫ്രെഡിക്ക് ആൻസിയോറുടെ ഭ്രാന്ത് ജോസിന് അറിയാലോ. ചങ്ങലക്കിട്ട പോലെയാണ് ഞാനവനെ പിടിച്ചു വെച്ചിരിക്കുന്നത്. ജോസിന് ഫ്രെഡിയെ കൊണ്ടൊരു പ്രശ്നമില്ലാതെ ഞാൻ നോക്കിക്കോളാം. പിന്നെ ജോസേ, കാശിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ വിളിക്കരുത്. എനിക്ക് ജോസിന് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പഞ്ചായത്തിൽ ഞാനാ സ്ഥാനാർത്ഥി. വേണമെന്ന് വെച്ചിട്ടൊന്നുമില്ല, എല്ലാവരും കൂടെ പറഞ്ഞപ്പോൾ ചുമ്മാ അങ്ങ് നിന്ന് കൊടുത്തു. അറിയാലോ, നമ്മുടെ സംസ്ഥാന പ്രസിഡന്റും റവന്യൂ മിനിസ്റ്ററും ഒക്കെ നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരാ. അതെ ജോസേ, വല്ലതും കണ്ടു എന്നോ കേട്ടു എന്നോ വിചാരിച്ച് അതിന് പുറകെ ഓട്ടം വേണ്ട. വെറുതെ വയ്യ വരികയാവും. അപ്പോൾ ശരി, കാണാം. ആ ജോണി, വണ്ടി എടുക്ക്. ചായ അപ്പം പറഞ്ഞ പോലെ ശരി. ആ ആ ഓ, നീ ചെല്ല്. എന്നതാണ്? ആ മാത്തൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു ഫ്രെഡിക്ക്. ആ CI ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഒരു കാര്യം ചെയ്യും, ഫ്രെഡി ഇങ്ങോട്ട് വിടണ്ട, നിങ്ങൾ മറിക്കാം. ശരി അച്ഛാ. ആ മിനിസ്റ്ററെ, അല്ല ഇതാര്? പുതിയ CI സാറല്ലയോ? എന്നതാ ഇങ്ങോട്ടൊക്കെ? അലക്സ്. ഓ, മേഡം വലിയ ഫേമസ് അല്ലയോ? അല്ല, ഞാൻ എന്നാ വേണം? കുടിക്കാൻ വല്ലതും? നോ താങ്ക്സ്. ബേബി, എനിക്ക് ഫ്രെഡി അർജന്റാ പാക്കണം. കൂപ്പിട്. അയ്യോ മേഡം, അതിൽ ഫ്രെഡി ഇവിടെ ഇല്ലല്ലോ. പോയി சொல்லாத സാർ. അയ്യോ, ബേബിച്ചൻ കള്ളം പറയില്ല മാഡം. മേഡം, സെർച്ചോ? അയ്യോ അറിയത്തില്ലേ, ഇത് ബേബിച്ചന്റെ വീടാ. அப்படியா? இந்த பேபிச்சன் யாரு? മേഡം ഫോൺ എടുത്തട്ടെ. சார் അതിനാ വേറെ അറിയോ? சார், ഞാനിപ്പോ ബേബി വീട്ടിൽ இருக்கேன். ഫ്രെഡിയെ നോ, താൻ അർജന്റായി സ്റ്റേഷനിൽ എത്തണം. ദിസ് ഈസ് മൈ ഓർഡർ. ഓക്കെ സാർ. അദീന, ഏത് ഓർഡറിന്റെ ബലത്തിലാ താൻ ബേബിയുടെ വീട്ടിലേക്ക് ഓടിക്കയറിയത്? യുനോ, താൻ ഉദ്ദേശിക്കുന്ന പോലെ വെറും ഒരു പുത്തൻ പണക്കാരനല്ല ഇയാൾ. ബേബി ആരാന്ന് തനിക്കറിയില്ല. പിന്നെ അത് തൻ്റെ സർക്കിളിൽപ്പെട്ട ഇടമല്ലല്ലോ. റവന്യൂ മിനിസ്റ്ററുടെ കസിനും ബിനാമയൊക്കെയാ ഈ ബേബിയും ഫ്രെഡിയും ഒക്കെ. ഇവിടെ വരും വരെ ദാ ഫോണിലായിരുന്നു ഞാൻ. തലയ്ക്ക് സ്വയം തന്നിട്ടില്ല മോളിലുള്ളവർ. എടോ, ഇപ്പോഴും രാഷ്ട്രീയക്കാരുടെ കയ്യിലെ കളിപ്പാവളാ ഞാനും താനോടങ്ങുന്ന പോലീസ് ഫോഴ്സ്. നമ്മൾ അനുസരിച്ചേ പറ്റൂ. പരവായില്ല സാർ, നിറയെ പാത്തിട്ടேன். அதுக்குதான் ஒரு வருஷத்தில் 5 வாட்டி சஸ்பென்ஷன் கிடைச்சது. இந்த வேலை போனாலும் பரவாயில்ல சார். അദീന, ഐ വാണ്ട് ടു ടോക്ക് ടു യു പേഴ്സണലി. சொல்லுங்க சார். ഇതെൻ്റെ വാക്കല്ല, മുകളിൽ നിന്ന് പറഞ്ഞത് ഞാൻ തനിക്ക് ഫോർവേഡ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അത് പിന്നെ അദീന ഇപ്പം എത്ര ചോദിച്ചാലും തരാൻ ആളുണ്ട്. പിന്നെ ஐ கெஸ் யூ சார், ஃபைனல் டயலாக் இதாகுமென்னு இந்த மாதிரி என்கிட்ட சொன்னாலதான் அந்த 5 പണിഷ്മെന്റ്സും അതും സാറിന്റെ റാങ്കിലുള്ള ഓഫീസേഴ്സിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചതാണ്. അദീന, ഞാൻ ഐ നോ സർ, സാറുടെ പ്രഷർ, ബട്ട് ഐ എം ഹാപ്പി. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം, அந்த പ്രാഞ്ചിയെ കൊല ചെയ്ത് അവനുടെ കയ്യിലെ നിധി എടുത്തത് அந்த ബേബിയും ഫ്രെഡിയാണ്. അതിന് സോളിഡ് എവിഡൻസ് ഉണ്ടോ തന്റെ കയ്യിൽ? യെസ്, ഇതിലും വലിയ തെളിവ് വേണമാ സർ? വിത്തിൻ 2 days സാർ ഉദ്ദേശിക്കുന്ന എവിഡൻസുമായി അവരെ അറസ്റ്റ് ചെയ്ത് സാറുടെ മുന്നാടിയിട്ട് തരാം. അദീന, ആവേശം കാണിക്കണ്ട. ഈ ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ, പിന്നെ ഞാൻ ഉണ്ടാവും തന്റെ കൂടെ. വെയിറ്റ്, ദിസ് ഈസ് മൈ ഓർഡർ. സർ